മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം മണി. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ചെങ്കുളം മൾട്ടി സ്പീഷീസ് മത്സ്യ വിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിലാണ് മണിയുടെ രൂക്ഷ പ്രകടനമുണ്ടായത്. ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ നേരിട്ടെത്താത്തതിലാണ് എം മണി ക്ഷുഭിതനായത്. മന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എം മണിയുടെ പ്രതികരണം കേൾക്കാം ആദ്യം. ഞാൻ പറയാം, അവിടെ ഇരുന്നുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അത് ഈ രാജായും ഞാനും കൂടെ പോലെ ഇത് വിപണനം ചെയ്യാം. ഇത് കുളിച്ചില്ലെങ്കിലും കോണം പിറപ്പുറത്ത് കിടക്കണം. തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കണം. മെനക്കടാൻ നമ്മൾ ഡീസൽ മേടിച്ച കട്ടപ്പെട്ടി വിടും. മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കില്ല. ആൽവിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആൽവിനെ എം മണി പിന്നെ എന്ത് പറഞ്ഞാലും അത് മണിയാശാന്റെ നാട്ടുഭാഷ എന്നാണ് ഇതിനൊക്കെ നൽകുന്ന ഒരു വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെയും. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറയുമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എൻ്റെ വാക്കുകളെന്ന്. ഇതിപ്പം മന്ത്രി എത്താത്തതാണോ പ്രകോപനത്തിന് കാരണം ആശാന്റെ? ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു പരിപാടി ചെങ്കുളത്തുണ്ടായിരുന്നു. ചെങ്കുളം മൾട്ടി സ്പീഷീസ് മത്സ്യ വിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയായിരുന്നു അത്. അവിടെയാണ് ഇത്തരത്തിലൊരു രോഷപ്രകടനം എം മണി നടത്തിയത്. മന്ത്രി സജി ചെറിയാനാണ് ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ ഉദ്ഘാടനത്തിന് പേര് വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എത്താത്തതിനെ തുടർന്നുള്ള രോഷപ്രകടനമാണ് എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചാണ്, മന്ത്രി ഓൺലൈനായാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനെതിരെയുള്ള രോഷപ്രകടനം എന്ന നിലയിലാണ് എം മണി പറയുന്നത്. അത് ഒരുമാതിരി പണിയായി പോയെന്നും ഇത് മന്ത്രിയാണെങ്കിലും ഈ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കരുതെന്നുമാണ് എം മണി അവിടെ പൊതുവേദിയിൽ പറഞ്ഞത്. ഞങ്ങളൊക്കെ എന്തിനാണ് മെനക്കെടുത്തുന്നത്? വരുന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ MLA-യും അദ്ദേഹവും കൂടെ ഉദ്ഘാടനം ചെയ്താൽ മതിയല്ലോ എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ പ്രസംഗം പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം വേദി വിട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അധ്യക്ഷ പദവിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അധ്യക്ഷ പദവിയിലെത്തി, അല്ലെങ്കിൽ അധ്യക്ഷ പദവി ഉള്ള പ്രസംഗം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയായിരുന്നു. മേലാൽ ഇത്തരം കാര്യങ്ങൾക്ക് ക്ഷണിക്കരുതെന്നും മുൻ മന്ത്രി കൂടിയായ എം മണി ഒരു താക്കീത് രൂപത്തിലാണ് പൊതുവേദിയിൽ പറഞ്ഞത്. കൂടുതലൊന്നും പറയുന്നില്ല, ഇത് പൊതുവേദി ആയതുകൊണ്ടും കൂടുതലൊന്നും തന്റെ ഭാഷയിൽ പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടാണ് ആ വേദി വിട്ട് എം മണി പോയത്. ശരി ആൽവിൻ, ഓക്കെ. ആ പ്രതികരണം ഒരിക്കൽ കൂടി. എന്ത് ജോലിയാണ് ഞാനിങ്ങനെ പറഞ്ഞവരെ മതി. പിന്നെ ഞങ്ങളുടെയൊക്കെ എന്തിനാ മെനക്കെടുത്തിയത്? ഞാൻ പറയാം, അവിടെ ഇരുന്നുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അത് ഈ രാജായും ഞാനും കൂടെ പോലെ ഇത് വിപണനം ചെയ്യാം. ഇത് കുളിച്ചില്ലെങ്കിലും കോണം പിറപ്പുറത്ത് കിടക്കണം. തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കണം. മെനക്കടാൻ നമ്മൾ ഡീസൽ മേടിച്ച കട്ടപ്പെട്ടി വിടും. മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കില്ല. മന്ത്രിക്ക് എന്ത് പണിയാണ്? ഞാൻ പറഞ്ഞ കാര്യം മന്ത്രിയോട് അങ്ങ് പറഞ്ഞേക്കണമെന്ന് വേദിയിലിരിക്കുന്ന ആൾക്കാരോടാണ് എം മണി പറഞ്ഞത്. ഇതിപ്പം ഇനി അവർ പറയേണ്ട ആവശ്യമില്ല. മന്ത്രി ഇത് ഇപ്പോഴേ അറിഞ്ഞു കാണുമായിരിക്കും. ഉടൻ തന്നെ മണിയാശാൻ അതിനൊരു മറുപടിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.